ശബരിമല സ്വർണ്ണ കൊള്ളയിൽ സന്നിധാനത്തെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി SIT സംഘം പമ്പയിലെത്തി. SP ശശിധരനും സംഘവുമാണ് എത്തിയത്. സന്നിധാനത്ത് ശാസ്ത്രീയ പരിശോധന നാളെ ഉച്ചയ്ക്കാണ്. ശ്രീകോവിലിലെ ദ്വാരപാലകപ്പാളി, കട്ടിളപ്പാളി എന്നിവയുടെ സാമ്പിൾ ഈ സംഘം ശേഖരിക്കും. ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള പോലീസ് സംഘവും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗോകുൽ രമേശ് ചേരുകയാണ് വിശദാംശങ്ങളുമായി. ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പരിശോധനാ സംഘം അവിടെ എത്തിയിരിക്കുന്നു. ഇനി സമഗ്രമായ പരിശോധന നടത്തേണ്ടതുണ്ട്. SIT സംഘത്തിന്റെ പരിശോധനകളും ചോദ്യം ചെയ്യലുകളും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളും ഒരു ഭാഗത്ത് ഇങ്ങനെ പുരോഗമിക്കവേ തന്നെയാണ് സന്നിധാനത്ത് ഈ സംഘം എത്തിയിരിക്കുന്നത്. ഇനിയുള്ള പരിശോധനകൾ, നടപടികൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം നിർണായകവുമാണ്? KP അന്വേഷണത്തിൻ്റെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളതെന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്ന 6 ആഴ്ച സമയം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്, അവസാന ആഴ്ചയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രീയ പരിശോധന അടക്കം അവശേഷിക്കുന്ന അന്വേഷണ നടപടികൾ എത്രയും വേഗം തന്നെ അന്വേഷണ സംഘത്തിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. എന്തായാലും ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെയും അതോടൊപ്പം തന്നെ കട്ടിളപ്പാളിയിലെയും സ്വർണ്ണത്തിൻ്റെ മൂല്യം അത് കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രീയ പരിശോധന നടത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ടീം ഇന്നിപ്പോൾ പമ്പയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് ശബരിമല ക്ഷേത്ര നട തുറക്കാനായിട്ടിരിക്കുന്നൊരു സാഹചര്യം കൂടിയിട്ടാണ്. എന്തായാലും SP ശശിധരൻ, അതായത് ഈ അന്വേഷണ സംഘത്തിൻ്റെ തലവനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അല്പസമയം മുമ്പ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ സംഘം പമ്പയിലെത്തിയത്. തുടർന്ന് പമ്പ ഗസ്റ്റ് ഹൗസിൽ വിശ്രമിച്ചതിന് ശേഷം സന്നിധാനത്തേക്ക് അല്പസമയം മുമ്പാണ് ഈ അന്വേഷണ സംഘം കയറിപ്പോയത്. ഇനി ഏകദേശം ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് തന്നെ അന്വേഷണ സംഘം സന്നിധാനത്ത് എത്തിച്ചേരും. ഇന്നൊരു പക്ഷേ പരിശോധന നടപടികൾ ഉണ്ടായേക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. നമുക്കിപ്പോൾ അറിയുവാനായിട്ട് സാധിക്കുന്നത് ഈ ശാസ്ത്രീയ പരിശോധന നടത്തണമെങ്കിൽ അതിൽ തന്ത്രിയുടെ അനുജ്ഞയടക്കം വാങ്ങേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എത്തി ഈ കാര്യങ്ങളിലൊക്കെ നീക്കുപോക്ക് ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും പരിശോധന നടപടികൾ ആരംഭിക്കുക. തന്ത്രി അനുജ്ഞ നൽകിയതിന് ശേഷം നാളെ ഒരുപക്ഷെ ഉച്ചപൂജയ്ക്ക് ശേഷം നട അടച്ചതിന് ശേഷമായിരിക്കും ശാസ്ത്രീയ പരിശോധന നടപടികൾ ആരംഭിക്കുക എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്തായാലും ഇന്നിനി ഒരുപക്ഷെ അതിന് മുന്നേ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും നേരത്തെ ഇത്തരത്തിൽ അതായത് ഗൂഗിൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഭക്തരുടെ തിരക്ക് ഭക്തരെ ബാധിക്കാത്ത തരത്തിലുള്ള, അല്ലെങ്കിൽ അവരുടെ സൗകര്യങ്ങളെ ബാധിക്കാത്ത തരത്തിലുള്ള, ദർശനത്തെ തടസ്സപ്പെടുത്താത്ത തരത്തിലുള്ള ഒരു പരിശോധനയിൽ ആർക്കും കടക്കുക അല്ലേ? ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്കുണ്ടാകും. ഒപ്പം ഏതൊക്കെ വിഷയങ്ങളിലായിരിക്കും കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ നടക്കുക? KP എന്തായാലും ഈ നട അടച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ പരിശോധന നടക്കത്തുള്ളൂ. കാരണം ഈ ദ്വാരപാലക ശില്പത്തിലെയും അതോടൊപ്പം തന്നെ ആ കട്ടിളപ്പാളിയിലെയും സ്വർണ്ണത്തിൻ്റെ മൂല്യമാണ് കണക്കാക്കേണ്ടതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടകർ വന്നു പോകുന്ന ആ സമയത്ത് ഇത് പരിശോധന നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഇന്ന് നട അടയ്ക്കുന്നതിന്, അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് നട തുറക്കുന്നതിന് മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ ഒരുപക്ഷെ നാളെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിട്ടായിരിക്കും പരിശോധന. ഒരുപക്ഷെ പരിശോധന നീണ്ടുപോകുമോ എന്നുള്ള കാര്യവും അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ രീതിയിൽ എന്തായാലും അന്വേഷണ സംഘം SP ശശിധരൻ്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും അതിൽ നിന്നും ഈ സാമ്പിൾ ശേഖരിച്ചുകൊണ്ടുള്ള പരിശോധന നടപടികളായിരിക്കും ഉണ്ടാകുക. അതായത് ആ ദ്വാരപാലക ശില്പത്തിലെയും സ്വർണ്ണപ്പാളിയിലെയും സ്വർണ്ണത്തിൻ്റെ അംശം അത് ശേഖരിച്ചുകൊണ്ടായിരിക്കും ശാസ്ത്രീയ പരിശോധന നടത്തുന്നുണ്ടാവുക. പ്രധാനമായിട്ടും അവിടെ ഉണ്ടായിരുന്ന ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന വിജയമല്യ സമർപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ആ സ്വർണ്ണ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കാലക്രമത്തിൽ ഈ സ്വർണ്ണം അവിടെ നിന്നും മാറ്റി അതിനെന്തെങ്കിലും മൂല്യച്യുതി വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും വിശദമായിട്ട് എന്തായാലും അന്വേഷണ സംഘം ഈ ശാസ്ത്രീയ പരിശോധന നടത്തുന്നുണ്ടാവുക. എന്തായാലും ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് തന്നെയാണ് ഈ രീതിയിലൊരു പരിശോധന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഇതിപ്പോൾ 4ാമത്തെ തവണയാണ് SIT ടീം സന്നിധാനത്തെത്തി പരിശോധന നടത്തുന്നത്. നേരത്തെ ഈ 2 കേസുകളുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് നടപടികൾക്കായിട്ട് മുമ്പ് 3 തവണ അന്വേഷണ സംഘം സന്നിധാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ നട അടച്ചിരിക്കുന്ന സമയത്തായിരുന്നു എത്തിയിരുന്നത്. എന്തായാലും ഇന്ന് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങാൻ പോകുന്ന ഇന്നത്തെ ദിവസം തന്നെയാണ് അവസാനഘട്ട പരിശോധന എന്നൊക്കെ പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ശാസ്ത്രീയ പരിശോധന നടപടികൾക്ക് വേണ്ടി അന്വേഷണ സംഘം ഇപ്പോൾ സന്നിധാനത്തേക്ക് പോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിട്ടുള്ള പ്രതികളെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടപടികൾ പൂർത്തീകരിക്കുമെന്ന് ആദ്യഘട്ടത്തിലൊക്കെ അന്വേഷണ സംഘം പറഞ്ഞിരുന്നു. പക്ഷേ ആ രീതിയിൽ നടപടികളൊന്നും ഉണ്ടായില്ല. തെളിവെടുപ്പ് നടപടികൾ അന്വേഷണ സംഘം മാത്രമാണ് വന്ന് നടത്തിയത്. ഇവിടെ ദേവസ്വം ഉദ്യോഗസ്ഥരിൽ നിന്നും ദേവസ്വം രജിസ്റ്റർ അടക്കമുള്ള പ്രധാനപ്പെട്ട രേഖകളൊക്കെ വാങ്ങി പരിശോധിച്ചു. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള സ്ട്രോങ് റൂം അടക്കം തുറന്ന് പരിശോധന നടപടികളൊക്കെ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഹൈക്കോടതി നിയോഗിച്ചിട്ടുള്ള ജസ്റ്റിസ് KT ശങ്കറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും സന്നിധാനത്തെത്തി അവിടുത്തെ അമൂല്യ വസ്തുക്കളുടെ കണക്കെടുപ്പ് നടപടികളൊക്കെ പൂർത്തിയാക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിവിധ ഘട്ട പരിശോധന നടപടികൾ സന്നിധാനം
സന്നിധാനത്ത് ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ശാസ്ത്രീയ പരിശോധനാ നടപടികൾ അല്ലെങ്കിൽ അതിൻ്റെ പരിശോധന പൂർത്തിയായി പോലീസ് സമർപ്പിക്കുന്ന SIT സമർപ്പിക്കുന്ന റിപ്പോർട്ട് ഈ കേസ് അന്വേഷണത്തിൽ വളരെ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഹൈക്കോടതി ആ രീതിയിൽ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം ഈ കേസിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് വിട്ടുവീഴ്ചകളില്ലാത്ത അന്വേഷണം ഇതിൽ നടത്തേണ്ടതായിട്ട് അനിവാര്യമായി മാറിയിരിക്കുന്ന ഒരു കാര്യം കൂടിയിട്ടാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഈ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ച വേളയിൽ അത് ഹർജി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലുള്ള പല പരാമർശങ്ങളും നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു വലിയ കൊള്ളയാണ് എന്നുള്ള രീതിയിലുള്ള പരാമർശം ഇതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ SIT സംഘം സന്നിധാനത്തെത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ ഈ പരിശോധന നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത. അതീവ നിർണായകമാണ് ഈ സ്വർണ്ണ കവർച്ചാ കേസിൽ SITയുടെ ഈ പരിശോധനാ ഫലം, പരിശോധനയിലെ കണ്ടെത്തലുകൾ.